മുതൽ 10 കോടി ട്രില്യൺ ഡോളർ വരുന്ന വളരെ വലിയൊരു ഖനിയുടെ മുകളിലായിട്ടാണ്. ഇത് ഇരുമ്പ്, ചെമ്പ്, സ്വർണം അങ്ങനെ നിരവധി ധാതുക്കൾ അടങ്ങിയിട്ടുള്ള വളരെ വലിയൊരു ഖനിയുടെ മുകളിലായിട്ടാണ് ആക്ച്വലി സത്യത്തിൽ നോർത്ത് കൊറിയ നിൽക്കുന്നത്. നോർത്ത് കൊറിയ അതിന്റെ മുകളിലായിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത്. എന്നാൽ അവർക്ക് അതിന്റെ പ്രോപ്പറായിട്ടുള്ള ടെക്നോളജി ലഭിക്കാത്തത് കാരണമാണ്, സാങ്കേതിക വിദ്യയുടെ ഒരു അഭാവം കാരണമാണ് അവർക്കത് കുഴിച്ചെടുക്കാൻ സാധിക്കാത്തത്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ. ആക്ച്വലി ആ ഒരു കമ്പനി നിലവിൽ സഞ്ജീവ് മെഹ്ത്ത എന്ന ഇന്ത്യക്കാരന്റെ കയ്യിലാണ്. ആൾ മുംബൈയിലാണ് ജനിച്ചത്. എന്നാൽ ആക്ച്വലി 2005 ആള് ബ്രിട്ടീഷ് പൗരത്വം നേടിയിട്ടുണ്ടായിരുന്നു. ആൽബട്രോസ് എന്ന കടൽ പക്ഷിക്ക് 50 വർഷത്തിലധികം കൂടുതലാണ് ആയുസ്. ഇവരെ കുറിച്ചുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു 5 വയസ്സാകുന്ന സമയത്ത് തന്നെ ഇവർ ഇവരുടെ ഇണകളെ കണ്ടെത്തും. പിന്നീട് തൊട്ട് 45 വർഷത്തോളം ഇവർ ആ ഒരു ഇണന്റെ ഒറ്റ ഒരു ഇണന്റെ ഒപ്പം മാത്രമാണ് താമസിക്കുകയുള്ളൂ. അതായത് മൃഗലോകത്ത് ഏറ്റവും ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഗവേഷകർ ഈ ഒരു പക്ഷിന്റെ ഇവരുടെ റിലേഷൻഷിപ്പ് കണക്കാക്കുന്നത് കേട്ടോ. എന്നാണെങ്കിലും കുറുക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അതായത് കുറുക്കന്മാരും ഇതേപോലെ തന്നെയാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ജീവിയാണ് കുറുക്കന്മാരെ. അവർ നല്ലൊരു ഫാമിലി മാൻ, നമ്മൾ എങ്ങനെ നല്ലതുപോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുള്ള നല്ലൊരു ഫാമിലി മാനാണ് ആക്ച്വലി കുറുക്കന്മാർ. നമ്മളൊരിക്കലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ അതിലോട്ട് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല.